കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തീരുമാനമാകാത്ത 4 സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഡൽഹിയിൽ തുടരുകയാണ്. വയനാട് സീറ്റിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏകദേശ ധാരണയായി എന്നാണ്. നേരത്തെ വയനാട് സീറ്റിലടക്കം ഷാനിമോൾ ഉസ്മാനെ പരിഗണിച്ചിരുന്നു. ടി സിദ്ദിഖും ഷാനിമോൾ ഉസ്മാന്റെയും കാര്യത്തിലാണ് വയനാട്ടിൽ തർക്കങ്ങളുണ്ടായിരുന്നത്. ഉമ്മൻചാണ്ടി ടി സിദ്ദിഖിന് വേണ്ടി അഹോരാത്രം അവിടെ പ്രയത്നിക്കുകയും ചെയ്തു. എന്നാൽ വയനാട് സീറ്റിന്റെ കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ആലപ്പുഴയിൽ എന്തായാലും ഷാനിമോൾ ഉസ്മാന്റെ പേര് ഉയർന്നിരിക്കുന്നു, ഏകദേശ ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബിജി പി ജോസ് വിവരങ്ങൾ നൽകും. ബിജി, ഇപ്പോൾ എത്തിയിരിക്കുന്ന ധാരണ എന്താണ്? ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ തന്നെ മത്സരിക്കുമെന്ന കാര്യത്തിൽ ധാരണയായോ? തർക്കമണ്ഡലങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡിനെ വിട്ടിരിക്കുകയാണ്. പക്ഷേ നേതാക്കൾക്കിടയിൽ ഒരു ഏകദേശ ധാരണ രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ വയനാട് സീറ്റിനെ ചൊല്ലിയുള്ള AI ഗ്രൂപ്പുകളുടെ തർക്കം രൂക്ഷമായി നിലനിൽക്കുകയാണ്. ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുള്ളൊരു കാര്യം അല്പസമയം മുൻപും ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരിക്കുകയാണ്. ടി സിദ്ദിഖ് തന്നെ വയനാട് നൽകണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഉമ്മൻചാണ്ടി ഇപ്പോഴും ഏകദേശം ഒരു മണിക്കൂറിനോളം അടുത്തായി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വസതിയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇങ്ങോട്ട് VV പ്രകാശും എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹവും ഈ കൂടിക്കാഴ്ചയുടെ ഭാഗമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിൽ തന്നെ ചർച്ചകൾ മുന്നേറുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ഉമ്മൻചാണ്ടി ഈ ചർച്ചകളുടെ ഭാഗം നിലവിൽ ആയിട്ടില്ല. അദ്ദേഹം കൃത്യമായി തന്നെ സിദ്ദിഖിൻ്റെ പേര് ഉന്നയിക്കുന്നു. അതല്ലാതെയുള്ള ചർച്ചകൾക്ക് അദ്ദേഹം ഇല്ല എന്നുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു വയനാടിൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്താനായി ഹൈക്കമാൻഡിനെ വിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും സിദ്ദിഖിൻ്റെ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് A ഗ്രൂപ്പ് ചെയ്യുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ VV പ്രകാശിൻ്റെ പേര് ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. അബ്ദുൾ മജീദിൻ്റെ പേരും നിലവിൽ ഈ ചർച്ചകളുടെ ഭാഗമായുണ്ട്. പക്ഷേ ആലപ്പുഴയുടെയും ആറ്റിങ്ങലിൻ്റെയും കാര്യത്തിൽ ഏറെക്കുറെ ധാരണയായിരിക്കുന്നു. ആലപ്പുഴ തന്നെയായിരിക്കും ഷാനിമോൾ വരിക എന്നുള്ള സൂചനയാണ് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത്. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് വടകരയും വയനാടുമാണ്. വയനാടിൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ നിൽക്കുന്നു. വയനാട് തീരുമാനിച്ചാൽ മാത്രമാണ് വടകരയുടെ കാര്യത്തിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിയൂ. സിദ്ദിഖിനല്ല വയനാട് എങ്കിൽ വടകരയിലേക്ക് സിദ്ദിഖിൻ്റെ പേര് ഉയരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വടകരയ്ക്ക് താൻ തയ്യാറല്ല എന്നുള്ളൊരു കാര്യം സിദ്ദിഖ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം 2 പേരുകൾ കൂടി നിലവിൽ വടകരയിൽ ഉയർന്നു വരുന്നുണ്ട്. അത് സാജി മറോളിയുടെയും ഒപ്പം മുൻ മലബാർ ദേവസ്വം ബോർഡ് അംഗമാണ് അദ്ദേഹം. ഒപ്പം പ്രവീൺ കുമാറിൻ്റെ പേരും ശക്തമായി ഉയർന്നു വരുന്നുണ്ട്, KPCC സെക്രട്ടറി. ഇത്തരത്തിൽ ഈ ചർച്ചകൾ മുന്നേറുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ എന്തായാലും ഈ ധാരണയിലായാൽ തന്നെ ഹൈക്കമാൻഡ് തീരുമാനം എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനം ഇവിടെ നിർണായകമാകും. ബിജി, നമുക്ക് അതായത് ഷാനിമോൾ ഉസ്മാൻ ആലപ്പുഴയിലേക്ക് എന്നുള്ള കാര്യത്തിൽ ഒരു ഏകദേശ ധാരണയായിട്ടുണ്ട്. ഒരു ഉറപ്പിക്കാവുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. പ്രഖ്യാപനത്തിലേക്ക് മാത്രമാണ് ഇനി പോകേണ്ടത് എന്ന രീതിയിൽ പറയാൻ കഴിയുമോ? അത്തരത്തിൽ തന്നെയാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിട്ടുവീഴ്ചയ്ക്കില്ല എന്നുള്ളൊരു നിലപാടിൽ ഉമ്മൻചാണ്ടി ഉറച്ചു നിൽക്കുന്നു. നിലവിൽ ചർച്ചകളുടെ ഭാഗം ആകാൻ പോലും അദ്ദേഹം എത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. സിദ്ദിഖിന് വയനാട് എന്നതിലൂന്നിയുള്ള ചർച്ചയ്ക്ക് മാത്രമാണ് താൻ ഉള്ളൂ എന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ധാരണയിലായാൽ തന്നെ ഹൈക്കമാൻഡ് ആയിരിക്കും അന്തിമ തീരുമാനം എന്ന നിലയിലുള്ള ഒരു പ്രഖ്യാപനമാണ് ഉണ്ടാവുക. കാരണം ചർച്ച ഇത്രയ്ക്ക് നീണ്ട സ്ഥിതിക്ക് നേതാക്കൾക്കിടയിൽ ഒരു അഭിപ്രായ ഭിന്നതയുണ്ട് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചു കഴിഞ്ഞു. അത് പാർട്ടിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് തീരുമാനം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനത്തിനായുള്ള ഒരു കാത്തിരിപ്പാണ് തുടരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും AI ഗ്രൂപ്പുകളുടെ നിലപാടിൽ ഉറച്ചുകൊണ്ടുള്ള ഒരു തർക്കം ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോഴും മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും ഇക്കാര്യത്തിൽ ഊന്നിയുള്ള ചർച്ചകൾ തന്നെയാണ് നടത്തുന്നത്. ആ ചർച്ചയിൽ നിന്നും ഉമ്മൻചാണ്ടി ഇപ്പോൾ വിട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വരാം വിജിയിലേക്ക്. മുഹമ്മദ് അസ്ലം കൂടി തുടരുകയാണ്. അസ്ലം, ഇപ്പോഴും ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു യോജിപ്പിലേക്ക് എത്തിയിട്ടില്ല. വയനാട് സീറ്റിന്റെ കാര്യത്തിലടക്കം ആ തർക്കം അതേപോലെ നിലനിൽക്കുകയും ചെയ്തു. ഇപ്പോൾ ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കുമെന്നൊരു ഏകദേശ ധാരണ നേതാക്കൾക്കിടയിലേക്ക് വന്നിട്ടുമുണ്ട്. ഇപ്പോൾ VV പ്രകാശ് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഒരു സമവായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ AK ആന്റണി അദ്ദേഹത്തിന്റെ പേര് മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഹൈക്കമാൻഡ് തന്നെ ഒരു സമവായ സ്ഥാനാർത്ഥിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിലൂടെ ഒരു മഞ്ഞുരുക്കം ഈ AI ഗ്രൂപ്പുകൾക്കിടയിൽ ഉണ്ടാകും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ പതിവിൽ നിന്നും വ്യത്യസ്തമായി 2 ഗ്രൂപ്പുകളും സമവായത്തിലാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് മുന്നോട്ട് പോയത്. ഏറെക്കുറെ എല്ലാ പാനലുകൾ ഉണ്ടാക്കുമ്പോഴും AI ഗ്രൂപ്പുകളുടെ ഒരു സമവായം പൊതുവെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ ചർച്ചകളിൽ ഗ്രൂപ്പ് തർക്കം വലുതായി തന്നെ വന്നിരുന്നില്ല. അതേസമയം വയനാട് കേന്ദ്രീകരിച്ചാൽ വയനാട് സീറ്റിനെ
ചുറ്റിപ്പറ്റിയാണ് ഈ ഗ്രൂപ്പ് തർക്കം ഇത്രയും രൂക്ഷമായ ഒരു സാഹചര്യത്തിലേക്ക് പോയതെന്നാണ് ഡൽഹി ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. വയനാട് ടി സിദ്ദീഖിന് വേണമെന്ന കാര്യത്തിൽ ഉറപ്പിച്ച് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ എ ഗ്രൂപ്പ് നിൽക്കുന്നു. അതേസമയം വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഐ ഗ്രൂപ്പ് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചോളം കഴിഞ്ഞ തവണ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ വിജയസാധ്യതയില്ലാത്ത കാസർഗോഡാണ് ടി സിദ്ദീഖിന് നൽകിയത്. അന്ന് തന്നെ വിജയസാധ്യതയുള്ളൊരു സീറ്റ് നൽകും എന്നുള്ളൊരു വാഗ്ദാനം എ ഗ്രൂപ്പ് നൽകിയിരുന്നു. എം എ ഷാനവാസ് മരണപ്പെട്ടതിന് ശേഷം അവിടെ പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ മലബാറുകാരൻ കൂടിയായ അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ DCC പ്രസിഡന്റ് കൂടിയായ ടി സിദ്ദീഖിന് അവിടെ വിജയസാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന സിദ്ദീഖിന് ആ മണ്ഡലം നൽകണമെന്ന ആവശ്യമാണ് പ്രധാനമായും ഉന്നയിച്ചത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും മറ്റ് ഐ ഗ്രൂപ്പിൻ്റെ നേതാക്കളുടെ പേരും സ്വാഭാവികമായും ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള പേരും ആ വിഭാഗത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിൽ തർക്കങ്ങളുണ്ടായില്ല. അതേസമയം വയനാട് സിദ്ദീഖിൽ നിന്ന് മാറുന്നു എന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോഴാണ് ഒരു രൂക്ഷമായൊരു തർക്കത്തിലേക്ക് പോയിരിക്കുന്നത്. സ്വാഭാവികമായും ഇത് ഒരു പ്രതികൂലമായ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഇന്നത്തോടുകൂടി എന്തായാലും ചർച്ചകൾ അവസാനിപ്പിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്നൊരു ധാരണ പൊതുവെ ഉണ്ടായതായാണ് വിവരം. ടി സിദ്ദീഖിന് നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ ആര് എന്നുള്ള കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്. മാത്രമല്ല വടകരയിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിനും ഒരു പ്രശ്നമുണ്ട്. വിദ്യാ ബാലകൃഷ്ണൻ ഏറെക്കൂടെ പട്ടികയിൽ വന്നൊരാളാണ് വിദ്യാ ബാലകൃഷ്ണൻ. അതേസമയം വിദ്യാ ബാലകൃഷ്ണനെതിരെ ശക്തമായ വിമർശനമുണ്ട്. കാരണം പി ജയരാജനെ പോലൊരു നേതാവിനെതിരെ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ പറ്റിയൊരു നേതാവിനെയാണ് വടകരയിൽ വേണ്ടത്. വടകരയിൽ എന്നത് ഒരു വിജയം എന്നതിനപ്പുറം ആ മേഖലയിലെ പാർട്ടിയുടെ അഭിമാന പോരാട്ടമായി ഇത് മാറും. പാർട്ടികളുടെ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും അഭിമാന പോരാട്ടമായി മാറുന്നൊരു മത്സരമായിരിക്കും വടകരയിൽ. അവിടെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നില്ല എങ്കിൽ മലബാർ മേഖലയിലാകം കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ UDF പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ തകർക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ സ്വാഭാവികമായി ഉയർന്നു വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗ് ഘടകകക്ഷിയായ വടകരയിൽ നിർണായകമായ സ്വാധീനമുള്ള മുസ്ലിം ലീഗും ഒരു ശക്തനായ രാഷ്ട്രീയ പോരാളിയാണെങ്കിൽ എല്ലാം മറന്നുകൊണ്ട് ഇറങ്ങാൻ കഴിയുമെന്നുള്ളൊരു ഒരു സൂചനയാണ് അല്ലെങ്കിൽ അവർക്ക് സന്ദേശമാണ് അവർക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വടകരയിൽ ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിന് പറ്റുന്ന ഒരു നല്ലൊരു കാൻഡിഡേറ്റ് വേണം, നല്ലൊരു സ്ഥാനാർത്ഥി വേണമെന്നൊരു ആവശ്യം വരുന്നു. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. കാരണം ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. വടകരയിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കരുത് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പരസ്യമായി പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. മുസ്ലിം ലീഗ് അടക്കമുള്ള കക്ഷികളും ശക്തമായ സ്ഥാനാർത്ഥികൾ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ UDF-നകത്ത് തന്നെ ഒരു അതൃപ്തിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കോൺഗ്രസിലെ ഈ പടലപ്പിണക്കം എന്നാണോ മനസ്സിലാക്കേണ്ടത്? സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുന്നതിൽ ഘടകകക്ഷികൾക്ക് ഒരു അതൃപ്തിയുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പിൻ്റെതായ സാഹചര്യത്തിൽ അത്തരം അതൃപ്തികൾ പ്രകടിപ്പിക്കാനോ പരസ്യമാക്കാനൊന്നും ആരും തയ്യാറല്ല. കാരണം ഒരുപക്ഷേ കഴിഞ്ഞ ദിവസം കൊണ്ട് തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും ലിസ്റ്റുകൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. 15-ാം തീയതി 16-ാം തീയതി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതേസമയം അതുണ്ടായില്ല. ഒരു സീറ്റിൽ തട്ടി ബാക്കി 4 സീറ്റുകളുടെ പ്രഖ്യാപനം നിർത്തേണ്ട സാഹചര്യം വന്നു. ഇന്ന് യഥാർത്ഥത്തിൽ UDF-ൻ്റെ വടകരയിൽ UDF-ൻ്റെ കൺവെൻഷൻ തീരുമാനിച്ചതെന്നാണ്. എറണാകുളത്തും വടകരയിലും ഇന്നാണ് കൺവെൻഷൻ. എറണാകുളത്ത് ഇന്ന് കൺവെൻഷൻ വൈകിട്ട് നടക്കുന്നുണ്ട്. കെ മുരളീധരനാണ് ഉദ്ഘാടനം ചെയ്യുക. ബെന്നി ബെഹനാനും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളെല്ലാം തന്നെ പങ്കെടുക്കുന്നുണ്ട്. അതേസമയം ആ കൺവെൻഷനിലേക്കും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി എന്നിവർക്ക് എത്താൻ കഴിയുന്നില്ല. എറണാകുളത്തെ ആദ്യ കൺവെൻഷൻ UDF-ൽ നടക്കുമ്പോൾ രണ്ടാമത്തെ കൺവെൻഷൻ തീരുമാനിച്ചിരുന്നത് വടകരയാണ്. സ്ഥാനാർത്ഥി നിർണ്ണയമായതുകൊണ്ട് തന്നെ അവിടെ കൺവെൻഷൻ നടത്താൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നു. യഥാർത്ഥത്തിൽ 16-ാം തീയതിയോടുകൂടി തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിച്ച് 18 മുതൽ UDF-ൻ്റെ കൺവെൻഷനുകൾ പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷനുകൾ നടത്തി